റഫാലിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം സുപ്രീം കോടതി തള്ളി. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്ന് ഹർജി നൽകിയ അരുൺ ഷൂരി ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചാണ് റഫാൽ പുനഃപരിശോധനാ ഹർജികളിലെ സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഇടപാടുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും അവ പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പേരിൽ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ സർക്കാരിന് പാർലമെന്റ് അധികാരം നൽകിയിട്ടില്ലെന്ന് പ്രധാന വിധിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ്. പൊതുതാൽപര്യമാണ് പ്രധാനം. പുതുതായി പുറത്തുവന്ന 3 രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. Rejected all these peculiar arguments of the government. The court has rejected it and the 3 judges have done so unanimously. Therefore, they have said that they will hear the review petition and by an order which they will give, they will set the date for hearing it. That's wonderful. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നൽകിയ പങ്ക് പരാമർശിച്ച് ജസ്റ്റിസ് KM ജോസഫ് അനുബന്ധ വിധി എഴുതി. ഉന്നത തലങ്ങളിലെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജികളെന്ന കാര്യവും രേഖകൾ പരിഗണിക്കുന്നതിലെ പൊതുതാൽപര്യം വ്യക്തമാക്കി ജസ്റ്റിസ് ജോസഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇടപാടിലെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ടടക്കമുള്ള രേഖകളാണ് കോടതിയുടെ പരിഗണനയ്ക്കെത്തുക. ഇതോടെ വിധി പുനഃപരിശോധിക്കാൻ സാധ്യത തെളിയുമെന്നാണ് ഹർജിക്കാരുടെ പ്രതീക്ഷ. പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കോടതി തീരുമാനം സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുക. സുപ്രീം കോടതിയിൽ നിന്ന് ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കഴിഞ്ഞ ഡിസംബറിലാണ് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയത്. എന്നാൽ ഇതിനുശേഷം ഹിന്ദു ദിനപത്രം സുപ്രധാന രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് കേസ് വീണ്ടും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത്. ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നത് തടയാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. കോടതി വിധിയോടെ കാവൽക്കാരൻ കള്ളൻ തന്നെയെന്ന് തെളിഞ്ഞതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. റഫാൽ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി മോദി സർക്കാരിന് ആശ്വാസവിധി നൽകിയത് 4 മാസം മുമ്പായിരുന്നു. ആശ്വാസം അധികം നീണ്ടില്ല. റഫാൽ ഇടപാടിൽ വില നിർണ്ണയത്തിലടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു. ഇതിന് പിന്നാലെയാണ് പുനഃപരിശോധനാ ഹർജിയുമായി BJPയുടെ മുൻ മന്ത്രിമാരായ യശ്വന്ത് സിൻഹയും അരുൺ ഷൂറിയും നിയമജ്ഞൻ പ്രശാന്ത് ഭൂഷണും സുപ്രീം കോടതിയെ സമീപിച്ചത്. പാർലമെന്റിൽ വരാത്ത CAG റിപ്പോർട്ടിനെക്കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ വന്ന പരാമർശം പിഴവാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച രേഖകളൊന്നും പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് പത്രത്തിൽ വന്നതെന്നായിരുന്നു സർക്കാർ വാദം. ഈ വാദത്തെ ജഡ്ജിമാർ അന്ന് തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ സത്യം തെളിയാൻ ഏത് രേഖയും പരിശോധിക്കാമെന്ന തീരുമാനം കോടതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യഘട്ട വോട്ടർമാർ ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമെന്ന ഈ വിധി BJPക്ക് കനത്ത ക്ഷീണമാണ്. കോടതി വിധിയുടെ കാവൽക്കാരൻ കള്ളനെന്ന് തെളിഞ്ഞതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर हैं. സുപ്രീം കോടതി വിധിയോടെ റഫാലിൽ പ്രധാനമന്ത്രിക്കെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ കോടതി വിധി തിരിച്ചടിയല്ലെന്ന് BJP വാദിക്കുന്നു. By saying this, that court name Manliya, and by also saying that the court has said, these verge on contempt of court. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും വരെയാണ് വിലക്ക്. നമോ TVയിലും സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തു. വിവേക് ഒബ്രോയ് നരേന്ദ്രമോദിയുടെ വേഷത്തിലെത്തുന്ന PM നരേന്ദ്രമോദി സിനിമയുടെ നാളെ നിശ്ചയിച്ച റിലീസാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയത്. സിനിമയ്ക്കെതിരായ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി തീരുമാനം കമ്മീഷന് വിട്ടിരുന്നു. തുടർന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് സിനിമ വിലക്കാനുള്ള തീരുമാനം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെയോ പാർട്ടിയുടെയോ ചരിത്രം പ്രതിപാദിക്കുന്ന സിനിമ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിയേറ്ററുകളിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കരുതെന്നാണ് കമ്മീഷൻ ഉത്തരവ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എല്ലാ പാർട്ടികൾക്കുമുള്ള തുല്യാവകാശം ലംഘിക്കുന്നതാണ്
ഇത്തരം സിനിമകളെന്നാണ് വിലയിരുത്തൽ. NTR ലക്ഷ്മി, ഉദ്യമസിംഹം എന്നീ സിനിമകൾക്കും വിലക്ക് ബാധകമാകും. സെൻസർ ബോർഡ് ഇതിനകം അനുമതി നൽകിയ ചിത്രങ്ങളാണെങ്കിൽ തീരുമാനമെടുക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയെ കമ്മീഷൻ നിയമിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തു. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. നാളെ രാവിലെ 7 മുതൽ മെയ് 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ പാടില്ല. അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് അതത് ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് അവസാനിക്കുന്ന സമയത്തിന് 48 മണിക്കൂർ മുമ്പ് മുതൽ വിലക്കുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. രാജ്യം നാളെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക്. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് ജനവിധി. ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും. ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ VK സിംഗ്, സഹമന്ത്രി കിരൺ റിജിജു, സഞ്ജീവ് ബല്യാൺ, അജിത് സിംഗ്, മഹേഷ് ശർമ്മ തുടങ്ങിയവരും നാളെ ജനവിധി തേടുന്ന പ്രമുഖരാണ്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിലെ അമേഠിയിലും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിക്കാനെത്തിയത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും ഒപ്പമായിരുന്നു റോഡ് ഷോ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി. അച്ഛനും അമ്മയും ഇളയച്ചനും പ്രതികരിച്ചെന്ന അമേഠിയിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പയറ്റി തുടങ്ങിയതും പയറ്റിത്തെളിഞ്ഞതും. 2ാം സീറ്റായ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയഭീതി മൂലമാണെന്ന BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ റോഡ് ഷോ. പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും അവരുടെ മക്കൾക്കും ഒപ്പമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ റോഡ് ഷോ. പ്രിയങ്കയ്ക്കും റോബർട്ട് വാദ്രയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ രാഹുലിനോട് 1 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയാണ് എതിരാളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും BJPയാണ് ജയിച്ചത്. മെയ് 6-ന് 5ാം ഘട്ടത്തിലാണ് അമേഠിയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വയനാട്ടിലെ കോൺഗ്രസ് റാലി പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത്. വർഗീയ പരാമർശം നടത്തിയ അമിത്ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത്. വയനാട്ടിൽ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. സഖ്യകക്ഷി ബന്ധം കാരണം അങ്ങനെയൊരു സീറ്റിലാണ് രാഹുൽ മത്സരിക്കാൻ പോയത് എന്നായിരുന്നു പരാമർശം. അത്യന്തം ആപൽക്കരമായ പ്രസ്താവന അമിത്ഷാ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപൽക്കരമാണ്. സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിന്റെ ഭാഗമായി അതിന്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJPയെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയിൽ BJPക്ക് തുടർന്നും അധികാരം ലഭിച്ചാൽ സമാധാന ശ്രമങ്ങൾ വേഗത്തിലാകുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. ഉഭയകക്ഷി ചർച്ചകൾക്ക് നല്ലത് BJP വിജയിക്കുന്നതാണ്. കോൺഗ്രസ് സർക്കാർ വന്നാൽ വിമർശനം ഭയന്ന് കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ മടി കാണിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. എന്നാൽ BJPക്ക് ഇക്കാര്യങ്ങളിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. KM മാണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി.
KM മാണിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കോട്ടയം ജില്ലയിലെത്തി. ആയിരങ്ങളാണ് വഴിവക്കിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തുനിൽക്കുന്നത്. ജനബാഹുല്യം മൂലം പ്രതീക്ഷിച്ചതിലും ഏറെ വൈകിയാണ് വിലാപയാത്ര നീങ്ങുന്നത്. KM മാണിയുടെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര കടുത്തുരുത്തിയിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിക്ക് ഇരുവശവും കാത്തുനിന്ന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ജന്മനാടായ മരങ്ങാട്ട് പള്ളിയിലും പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദൻ KM മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറിയിരിക്കുകയാണ് കടുത്തുരുത്തി. വലിയ ജനക്കൂട്ടം, പ്രത്യേകിച്ചും KM മാണിയുടെ തട്ടകമാണ്, KM മാണിയുടെയും മാണി ഗ്രൂപ്പിൻ്റെയും തട്ടകമാണ് കടുത്തുരുത്തി. അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായൊരു ജനത്തിരക്കാണ് ഇവിടെ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ല കഴിഞ്ഞ് കോട്ടയം ജില്ലയിലേക്ക് ഈ വിലാപയാത്ര പ്രവേശിച്ചപ്പോൾ മുതൽ തന്നെ സമാനമായ രീതിയിലുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റയ്ക്കും ചെറു കൂട്ടവുമായൊക്കെ പല കവലകളിലും ചെറു ജംഗ്ഷനുകളിലുമെല്ലാം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമാണിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പാല കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും സ്വാധീനമുള്ള മേഖലയായ കടുത്തുരുത്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനുമായ VS അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുചിറ എന്ന സ്ഥലത്ത് കടുത്തുരുത്തിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയുള്ള മുട്ടുചിറയിൽ വെച്ച് KM മാണി സാറിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കടുത്തുരുത്തിയിൽ വെച്ച് VS KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, മറ്റ് മന്ത്രിമാർ, പ്രമുഖ നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ഇവിടെ മാണി സാറിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടവും അവസാനമായി തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. സനീഷ്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ KM മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇപ്പോൾ കടുത്തുരുത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേസമയം കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് G. ശ്രീജിത്ത് കൂടെ ചേരുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോവുക. ശ്രീജിത്ത്, അവിടെയും നിരവധി പേരുണ്ടോ? അദ്ദേഹത്തിന് വിട പറയാനായി എത്തിച്ചേർന്നിട്ടുണ്ടോ?
സനീഷ്, തീർച്ചയായും രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്ന വലിയൊരു ജനാവലി ഇപ്പോഴും തിരുനക്കര മൈതാനത്ത് അവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. കൂടുതൽ ജനങ്ങൾ വൈകുന്നേരമായതോടുകൂടി, അതായത് മൃതദേഹം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ സമയത്തോടുകൂടി കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും. മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ്, ജോണി നെല്ലൂർ, കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. പല കോൺഗ്രസിൻ്റെ മറ്റ് പല നേതാക്കളും, UDFിൻ്റെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഒരുപക്ഷെ തിരുനക്കരയിലേക്ക് എത്തിയേക്കുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരിട്ട് ആദ്യം പാർട്ടി ഓഫീസിലാണ് പൊതുദർശനം തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് മാറ്റി ആദ്യം ഇവിടെ തിരുനക്കര മൈതാനത്തായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം ഒരുപക്ഷെ അല്പസമയം പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടായേക്കും. ഇന്ന് പാലാ ടൗൺ ഹാളിലും മറ്റും പൊതുദർശനം തീരുമാനിച്ചിരുന്നതാണ്. ഈ വൈകിയ വേളയിൽ ഒരുപക്ഷെ അത്തരം പൊതുദർശനങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിലാപയാത്ര പുരോഗമിക്കുന്നതനുസരിച്ചും സമയം ഒക്കെ അനുസരിച്ചുമായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ വരിക. സനീഷ്, നന്ദി ശ്രീജിത്ത്. വിവരങ്ങൾക്ക് പാലായിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടെ ചേരുന്നു. ശ്യാം, അവിടെ ആരൊക്കെയാണുള്ളത്? അവിടേക്കൊക്കെ എത്തുമ്പോഴേക്ക് വൈകുമല്ലോ. തീർച്ചയായും വൈകുന്നേരം 6 മണിയോടുകൂടി മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയായ കരിങ്ങോഴക്കൽ വീട്ടിൽ പാലായിലെ എത്തിക്കുമെന്നതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ സമയക്രമത്തിൽ വളരെയധികം മാറ്റം വന്നിരിക്കുന്നു. ഇനിയും മണിക്കൂറുകൾ എടുക്കും പാലായിലേക്ക് എത്താൻ. നിരവധി പേരാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പ്രധാനമായും പാലാക്കാർ, പാലായിലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, ബന്ധുക്കളുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടെ കാത്തിരിപ്പുണ്ട്. പാലായിൽ മാണിയുടെ മൃതദേഹം എത്തുമ്പോൾ അതിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി പേർ തന്നെ കാത്തിരിപ്പുണ്ട്. ബന്ധുക്കളടക്കം നിരവധി പേർ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ വരികയും പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഒക്കെ പങ്കെടുക്കുകയും അതിനുശേഷം അവർ മടങ്ങുകയുമാണ്. അങ്ങനെ നിരവധി പേർ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ രാത്രിയോടുകൂടി, രാത്രി ഏതാണ്ട് 12 മണിയാകും എന്നാണ് ഇതുവരെയും പ്രതീക്ഷിക്കുന്ന സമയം. നേരത്തെ വൈകിട്ട് 4 മണിയോടുകൂടി പാലാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിൽ ചിലപ്പോൾ മാറ്റമുണ്ടായിരിക്കും. കാരണം സമയം ഏറെ വൈകിയ സാഹചര്യത്തിൽ പാലാ ടൗൺ ഹാളിലെ പൊതുദർശനം മാറ്റിയേക്കും എന്നാണ് സൂചന. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും ഇവരാരും കേരള കോൺഗ്രസ് നേതാക്കളാരും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ വൈകുകയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് തന്നെയായിരിക്കും. വീട്ടിലായിരിക്കും അന്തിമോപചാരത്തിനുള്ള KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുക. അതിനായി നിരവധി പേരാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി എത്തിക്കുന്നത് വീടിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച കിടക്കയിലേക്കാണ്. അവിടെ സജ്ജീകരിച്ച ശേഷം അവിടെ നിന്നും രാവിലെ 10 മണിയോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വയ്ക്കുകയും അവിടെ നിരവധി പേർക്ക്, പാലക്കാർക്ക് ഉൾപ്പെടെ നേതാക്കൾക്ക്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമാകും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോവുക. അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇതുവരെയുള്ള തീരുമാനം. നന്ദി ശ്യാം ദേവരാജ് വിവരങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത് വൈകിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രിമാരായ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നിവരും അദ്ദേഹത്തിന്, മറ്റ് പ്രധാനപ്പെട്ട ആളുകളും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കോടതിയും ഇനി ഇടപെടരുത് എന്ന് സുപ്രീം കോടതി തീർപ്പാക്കിയ തർക്കത്തിൽ ഇനി മറ്റു കോടതികൾ ഇടപെടരുത് എന്നാണ് ഉത്തരവ്. കന്യാട്ടുനിരപ്പ് പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്ക കേസ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചതിനു ശേഷം അനന്തമായി നീണ്ടുപോവുകയാണ്. രണ്ട് വിഭാഗങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതികളെയും കീഴ്ക്കോടതികളെയും ഒക്കെ സമീപിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് കർശനമായ താക്കീത് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഒരു കോടതിയും ഇനി സഭാതർക്ക കേസിൽ ഇടപെടരുത്. സുപ്രീം കോടതിയുടെ 2017 ഉത്തരവാണ് ആത്യന്തികമായി നിലനിൽക്കുക. പള്ളികളുടെ അധികാരം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് 2017. മാത്രമല്ല 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പള്ളികളുടെ ഭരണം നടത്തണമെന്നാണ് ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ വിധിക്കുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇതേ വിഷയം കോടതികളുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തർക്കത്തിൽ കോടതി വിധി അംഗീകരിക്കാത്ത വിഭാഗങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു കോടതിയെ സമീപിക്കാനോ ആ കോടതിയിൽ ഹർജി പരിഗണിക്കാനോ ഒന്നും കഴിയില്ല. ശരി, നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്.
സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. ഗൂഢാലോചനയും വ്യാജരേഖ ചമയ്ക്കലും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. ഭൂമി ഇടപാടിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നും ആലഞ്ചേരി ഉൾപ്പെടെ 26 പേരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സഭാ സുതാര്യ സമിതിയാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തില്ല എന്ന് സുപ്രീം കോടതി അറിയിച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചു. സർക്കാർ നിലപാട് കേസിന്റെ വിചാരണ വൈകിപ്പിക്കുമെന്നും കോടതി വിമർശിച്ചു. കേസിലെ 6ാം പ്രതി പ്രദീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ പരാമർശം. PC ജോർജ് ഇനി NDA മുന്നണിയിൽ. ജോർജിന്റെ ജനപക്ഷം പാർട്ടി NDAയുടെ ഭാഗമായതായി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചു. ഇതോടെ NDAക്ക് നിയമസഭയിൽ 2 അംഗങ്ങളായി. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് PC ജോർജ് മുന്നണി പ്രവേശ സമയത്ത് തന്നെ ആദ്യ വെടി പൊട്ടിച്ചു. മോദിജി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സഖ്യകക്ഷിയാകണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് കേരള ജനപക്ഷം സെക്യുലറിനെ NDAയുടെ ഭാഗമാക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. മോഡി നടത്തിയ നല്ല പ്രവൃത്തികളാണ് ജനപക്ഷത്തെ NDAയിലെത്തിച്ചതെന്ന് PC ജോർജ് പറഞ്ഞു. സ്ഥാനമാനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ BJP തരും. ഇവർ രാജ്യസഭ തരാമെന്നാലും ഇരിക്കരുതില്ല, അങ്ങനെ ഉണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെയും എന്റെ പ്രവർത്തകരുടെയും ആത്മാർത്ഥത മനസ്സിലാക്കി NDA നേതൃത്വം ഇഷ്ടമുള്ളത് ചെയ്യാം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും NDA മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞ PC ജോർജ് കോട്ടയത്ത് വലിയ അവകാശവാദമില്ലെന്ന് പറഞ്ഞ് വിവാദത്തിനും തിരികൊളുത്തി. അതുപോലെ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം വലിയ അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ UDF പ്രവേശത്തിന് ശ്രമിച്ചത് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചാണ്. നന്ദിയില്ലാത്ത കള്ളന്മാരായ കോൺഗ്രസുകാരോട് ബന്ധം വേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചെന്നും PC ജോർജ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജനെതിരായ കൊലയാളി പരാമർശത്തിൽ RMP നേതാവ് KK രമയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു വരുത്തി. പരാതിയിൽ ഈ മാസം 17-ന് മറുപടി നൽകാനാണ് നിർദ്ദേശം. കൊലപാതക കേസ് പ്രതിയെ കൊലയാളി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കുമെന്ന് കമ്മീഷന് മുന്നിൽ ഹാജരായ ശേഷം KK രമ ചോദിച്ചു. എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനം. അഡ്വക്കേറ്റ് ജനറലുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാൻ KSRTC MD MP ദിനേശിനെ ചുമതലപ്പെടുത്തി. മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി BN വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിലിൽ നട തുറന്ന് ദീപം തെളിച്ചു. ഇന്ന് പ്രത്യേക പൂജകളില്ല. രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടക്കും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയാണ് ഖേദം പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിലായിരുന്നു ഖേദപ്രകടനം. നിരുപാധികം മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ജെറമി കോർബിൻ ആവശ്യപ്പെട്ടു. 1919 ഏപ്രിൽ 13-നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.